ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ മൊബൈലിൽ കൂടെ ആണ് കയറുന്നത്. കാണുന്നുണ്ട് സർ. ഓക്കെ ഓക്കെ ഓക്കെ. പുതിയൊരു സെം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇപ്പോഴാണ് ശരിക്കും ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എന്താ എൻ്റെ ഹെൽത്ത് അത്ര നല്ലതല്ല. ന്യൂ ഇയർ ആയിക്കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ സെമ്മിൽ എടുക്കുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസ്സിംഗ് എന്നുള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു പേപ്പറാണ് ആക്ച്വലി. ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ മോഡ്യൂളിലേക്ക് തന്നെ ഡയറക്റ്റ് അങ്ങ് പോവാം. കാരണം ഇതില് നിങ്ങൾക്ക് വരുന്നത് ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. മൊഡ്യൂൾ 1 അതായത് പകുതി പോർഷൻ, ഹാഫ് പോർഷൻ തിയറി, ഹാഫ് പോർഷൻ പ്രോബ്ലം ആണ് ഇതിനകത്ത്. അപ്പൊ ആദ്യത്തെ തിയറിയില് മിക്കവാറും എക്സാമിന് പാർട്ട് എയില് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു പോവാം. അതിന്റെ വെച്ചിട്ടാണ് ഞാൻ PPT പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ പാർട്ട് ബിയിൽ വരുമ്പോ ഈ പറഞ്ഞ പോലെ 50-50 ആണ്. പകുതി തിയറി പകുതി പ്രോബ്ലം ആയിട്ടാണ് പോകുന്നത്. പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത് ഇക്വേഷൻസ് മാത്രമാണ്. അതർവൈസ് ഇത് വളരെ സിമ്പിൾ ആണ്. മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഫസ്റ്റ് തിയറി സൈഡ് ഞാനൊന്ന് പറഞ്ഞു പോവാം. തിയറി സൈഡിൽ മെയിൻ ആയിട്ടും എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, അതിന്റെ ആപ്ലിക്കേഷൻ. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ടർ ലിസ്റ്റ് ഔട്ട് ദി ആപ്ലിക്കേഷൻസ് ഓഫ് CG. അത് പാർട്ട് എയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 15 സ്കീമില് എസ്സേയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻസ്. അതായത് ഒരു 6 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനായിട്ട്. പക്ഷെ 19 സ്കീമിലേക്ക് വന്നപ്പോൾ അത് പാർട്ട് എയില് 3 മാർക്കിന് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോബ്ലം സൈഡ് പ്രോബ്ലം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുണ്ട്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് ഈ ഒരു പോർഷൻ അധികം അങ്ങനെ നോക്കാറില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാമത്തെ തിയറി പാർട്ട് എന്ന് പറയുന്നത് CRT. ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഡിവൈസസിനെ പറ്റി പഠിക്കാനുണ്ട്. അതിൽ എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും CRT മോണിറ്റർ, കാഥോഡ് റേ ട്യൂബ് മോണിറ്ററിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു തിയറി പോർഷനാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ഇത്രയും ഈ 2 കാര്യങ്ങളാണ് തിയറിക്കകത്ത് വരുന്നത്. ഇനി പ്രോബ്ലം വരുമ്പോൾ നമുക്ക് പ്രോബ്ലത്തിനകത്ത് അൽഗോരിതംസാണ് പഠിക്കാനുള്ളത്. 4 അൽഗോരിതം ഉണ്ട്. അതിൽ 2 ലൈൻ ഡ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അൽഗോരിതവും 2 സർക്കിൾ ഡ്രോ ചെയ്യാനായിട്ടുള്ള അൽഗോരിതം. അതായത് ഇത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. അപ്പൊ ഗ്രാഫിക്സിനെ പറ്റി അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഇവിടെ എല്ലാ അൽഗോരിതംസ്, കമ്പ്യൂട്ടർ ആയതുകൊണ്ട് പ്രോഗ്രാമിംഗ് ആണ് വരുന്നത്. പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ ബേസിക്കലി അൽഗോരിതം ആദ്യം പഠിക്കും. അൽഗോരിതം വെച്ചിട്ട് നമുക്ക് 1-2 പ്രോബ്ലംസ് ചെയ്തു നോക്കും. അപ്പൊ ഈ പ്രോബ്ലം ആണ് പാർട്ട് ബിയിൽ സ്ഥിരം ചോദിക്കാറുള്ളത്. ഇന്ന അൽഗോരിതം വെച്ചിട്ട് ഇന്ന സെന്റർ ഓഫ് കോർഡിനേറ്റ്സ് തരും. അത് വെച്ചിട്ട് ഒന്നെങ്കിൽ ലൈൻ ഡ്രോ ചെയ്യാന് അല്ലെങ്കിൽ സർക്കിൾ ഡ്രോ ചെയ്യാനുള്ള പ്രോബ്ലം ആയിരിക്കും തരിക. ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള. 2 അൽഗോരിതംസ് വീതം 2 സെക്ഷനിൽ പഠിക്കാനുണ്ട്. ലൈൻ ഡ്രോയിങ്ങിന് 2 അൽഗോരിതം ഉണ്ട്, അതുപോലെ തന്നെ സർക്കിൾ ഡ്രോ ചെയ്യുന്നതിനും 2 അൽഗോരിതം ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് CGയിലേക്ക് കടക്കാം. തിയറി സൈഡാണ്. ഈ ഒരൊറ്റ ഫിഗർ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി പോവുക. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ കൂടെ ഞാൻ കാണിച്ചു തന്നിരിക്കുക. അതായത് CG കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ക്രിയേഷൻ, സ്റ്റോറേജ്, മാനിപ്പുലേഷൻ ഓഫ് വാട്ട്? എ ഡിജിറ്റൽ ഇമേജ് ഡാറ്റ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രാഫിക്കൽ സിസ്റ്റത്തിന്റെയോ, അത് എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഡിജിറ്റൽ ഇമേജ് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ട്.
ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിജിറ്റൽ ഇമേജിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അപ്പൊ അതിന് നമ്മൾ മെയിനായിട്ടും കമ്പ്യൂട്ടർ ഡിവൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാഫിക്കൽ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നതും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ. ഇതാണ് ഇതിന്റെ ഒരു ജനറൽ CG ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് ജനറലായിട്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് റാസ്റ്റർ ഗ്രാഫിക്സും രണ്ടാമത്തേത് വെക്റ്റർ ഗ്രാഫിക്സും. ഇനിയിപ്പോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. റാസ്റ്റർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ പിക്സൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇമേജ് ഡ്രോ ചെയ്യാനും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ ഇവിടെ പിക്സൽസിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. whereas in the case of vector graphics we can use mathematical equations അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഇമേജ് ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ വെക്റ്റർ ഗ്രാഫിക്സ് എന്ന് പറയും. അപ്പൊ ഈ രണ്ടെണ്ണമാണ് ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്, റാസ്റ്റർ ഗ്രാഫിക്സും വെക്റ്റർ ഗ്രാഫിക്സും. റാസ്റ്റർ എന്ന് പറയുമ്പോൾ പിക്സൽസ് ആയിരിക്കും, രണ്ടാമത്തേത് വെക്റ്റർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഈ റാസ്റ്റർ ഗ്രാഫിക്സിനെ പറ്റിയുള്ളതാണ് ഈ തിയറി സൈഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് മെയിൻലി പിക്സൽസ് ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ വെക്റ്റർ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഒക്കെ വെച്ചിട്ട് ഓരോ പിക്സലിൽ നിന്ന് മറ്റൊരു പിക്സലിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇമേജ് ഡ്രോ ചെയ്യുക അല്ലെങ്കിൽ ഇമേജ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെക്റ്റർ ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നത്. ഇത് ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇന്ററാക്ഷൻ. ഇന്ററാക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഗ്രാഫിക്സ്: ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സ് ആൻഡ് നോൺ ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സ്. ഇനി അത് എന്താണെന്ന് നോക്കാം. ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ, ഒരു ഡിവൈസ് ഉണ്ടാവും, നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടാവും, ആ സിസ്റ്റവും യൂസറും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുക. അതെന്ന് പറയുന്നത് വൺ വേ ആയിരിക്കത്തില്ല, ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഗെയിംസ് ഒക്കെ കളിക്കുന്നത് ഒരു ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. പോയിന്റ്സ് നോക്കാം. The computer will receive signals from an input device and the picture is modified accordingly. അതായത് നമ്മൾ ഈ ജനറലി ഇതിനകത്ത് ഗെയിംസ് ഒക്കെ കളിക്കുന്നത് ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചാണ് അതിനകത്ത് നോർമലി ഗെയിം എന്നൊക്കെ പറയുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പിക്ചറാണ്. അതിന് മൂവ്മെന്റ് നടത്തിയിട്ടാണ് അതിനൊരു മൂവബിൾ ഇൻപുട്ടായിട്ട് മാറ്റുന്നത്. അപ്പൊ ഇതെല്ലാം യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചാണ് അതിനകത്ത് മൂവ്മെന്റ് വരുന്നത്. സോ അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സിന്. ഓക്കെ, then picture will be changed quickly when we apply commands. Then in interactive computer graphics, user have some controls over the picture. That is, user can make any change in the produced image. Okay, then ഗെയിമിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ്: ഹയർ ക്വാളിറ്റി, then greater productivity, significantly enhances our ability to understand the data to perceive trends. അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകണ്ട, നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി എന്താണ് ഇന്ററാക്റ്റീവ് CG എന്ന് ഉദ്ദേശിക്കുന്നത്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നോൺ ഇന്ററാക്റ്റീവ് ഓർ പാസീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് the picture is produced on the monitor and the user does not have any control over the image. ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതിനകത്ത് പ്രത്യേകം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലാവും. നോൺ ഇന്ററാക്റ്റീവ് ആണ്. അപ്പൊ അവിടെ യൂസർ ഡിവൈസ് ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ദെൻ യൂസർ കനോട്ട് മേക്ക് എനി ചേഞ്ച് ഇൻ ദി റെൻഡേർഡ് ഇമേജ്. ആ ഇമേജിനകത്ത് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുത്താൻ. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഒരു ഇത് കാണുകയാണെങ്കിൽ, ഫിലിം ഒക്കെ കാണുമ്പോൾ അതിനകത്ത് സബ് ടൈറ്റിൽ വരുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും.
നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അതിനകത്ത് പ്രീഫിക്സ്ഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ചേഞ്ചും നമുക്ക് വരുത്താൻ പറ്റത്തില്ല. സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഫസ്റ്റ് വണ്ണ് ജനറൽ ക്ലാസിഫിക്കേഷനും രണ്ടാമത്തേത് ബേസ്ഡ് ഓൺ ഇന്ററാക്ഷനുമാണ്. അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ ഇനിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. 3 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ചോദിക്കാറുള്ളതാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്ന പോയിന്റുകൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞ് പിന്നെ പോകുന്നില്ല, കാരണം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ ഞാൻ PPT ഷെയർ ചെയ്തുതരാം, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഒരു ടൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും ട്രെയിനിങ് എന്ന് പറയുന്നത് വേണമെങ്കിലും പറയാം വെർച്വൽ റിയാലിറ്റി അല്ലെ ഓഗ്മെന്റഡ് റിയാലിറ്റി സിമുലേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നു, ഇപ്പൊ ഇവിടെ ആണെങ്കിലും മെയിൻ സിറ്റീസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ കൂടുന്ന സിറ്റുവേഷനിൽ ഇപ്പൊ അങ്ങനെ ഡ്രൈവിങ്ങിനൊന്നും ആൾക്കാർ വാഹനങ്ങൾ ആദ്യമേ അങ്ങ് കൊടുത്തു വിടത്തില്ല. സിമുലേറ്റർ വെച്ചിട്ടായിരിക്കും ആദ്യം ട്രെയിനിങ് കൊടുക്കുക. ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷന്റെ കേസിലാണെങ്കിലും ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റി ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കയ്യിൽ, അതായത് ഇപ്പൊ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പറയുന്നത്. ഫ്ലൈറ്റ് സിമുലേറ്റർ ഒക്കെ ആണെങ്കിലും യൂസ് ചെയ്യുന്നത് ആദ്യമേ പഠിച്ചു വരുന്ന അവർക്കൊക്കെ ആദ്യമേ ഇത് നോർമലി ഫ്ലൈറ്റ് ഒന്നും എടുത്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അവർക്ക് ആദ്യം ഒരു സിമുലേറ്ററിലാണ് അല്ലെങ്കിൽ അതിൽ ഒരു ട്രെയിനിങ് കൊടുത്തിട്ടായിരിക്കും ഇപ്പോൾ എല്ലാ രീതിയിലും, ഇപ്പൊ നമ്മുടെ ആണെങ്കിലും ഡ്രൈവിങ്ങിന്റെ ഒക്കെ കേസിലാണെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ കമ്പ്യൂട്ടർ ജനറേറ്റഡ് മാപ്സ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസിനകത്തും കാര്യങ്ങളിലും എല്ലാം, അതുപോലെ ആർക്കിടെക്ചർ ലെവലിലാണെങ്കിലും CAD ഒക്കെ യൂസ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആർക്കിടെക്ചറിന്റെ കേസിലാണ്. പിന്നെ പ്രസന്റേഷൻ ഗ്രാഫിക്സ്, ഈ പറയുന്ന ഇപ്പോഴത്തെ PPT ആണെങ്കിലും അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള എല്ലാ PPTക്കകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ കോമ്പണന്റുകൾ, പൈ ചാർട്ട്, അതുപോലെ തന്നെ മറ്റ് ലൈൻ ഗ്രാഫ്സ്, പൈ ചാർട്ട്, അങ്ങനെയുള്ള എല്ലാം ഈ ഒരു CGയുടെ ഒരു ആപ്ലിക്കേഷനാണ് പ്രസന്റേഷൻ ഗ്രാഫിക്സിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഹോസ്പിറ്റലുകളുടെ ഒക്കെ സോഫ്റ്റ്വെയറുകളിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രസന്റേഷൻ ഗ്രാഫിക്സ്, അതായത് ഫോർ എക്സാമ്പിൾ പവർ BI ടൂളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 1 ക്ലിക്കിൽ തന്നെ എൻ്റയർ അതിന്റെ ഒരു എമൗണ്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ട് മുഖേനയൊക്കെ അറിയാൻ പറ്റും. അതെല്ലാം ഇപ്പോഴത്തെ സോഫ്റ്റ്വെയറുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു CGയുടെ ആപ്ലിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഉണ്ട് കമ്പ്യൂട്ടർ ആർട്ട്. ഓക്കെ, ഇപ്പോഴത്തെ മൊബൈൽ ആപ്പുകളാണെങ്കിലും എല്ലാത്തിനകത്തും നമ്മൾ ഈ ഒരു കാര്യം, അതുപോലെ തന്നെ എന്റർടൈൻമെന്റ്, ഇതിലെല്ലാം CGയുടെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലൈസേഷന്, ദെൻ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർസ്, ദെൻ പ്രിന്റിംഗ് ടെക്നോളജി. സോഫ്റ്റ്വെയർസിന്റെ കേസാണ് ഈ പറയുന്നത്. മിക്കവാറും ഉള്ള സോഫ്റ്റ്വെയറുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. ഇതെല്ലാം കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഡിസൈനിന്റെ എല്ലാ ഏരിയാസിലും ഒക്കെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോ SAക്ക് ചോദിക്കുവാണെങ്കിൽ ഒരു 6 പോയിന്റുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. മിക്കവാറും നിങ്ങൾ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ആപ്ലിക്കേഷൻസ് ഓഫ് CGക്ക് ആർക്കും മാർക്ക് കുറയാറില്ല, ഫുൾ മാർക്കും കിട്ടും. കാരണം അതിന്റെ പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ടൈറ്റിൽ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനൊന്നും ഒരിക്കലും മാർക്ക് കുറയത്തില്ല. തിയറിയൊക്കെ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുമെന്ന് അറിയാം. ഇപ്പൊ CG എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നോർമലി ആദ്യത്തെ ഒരു 2-3 സെക്ഷനിൽ പറഞ്ഞു പോകുന്നത്. പിന്നുള്ളത് നമ്മൾ മെയിൻ ഏരിയയിലേക്ക് വരികയാണ്. അതിനകത്ത് ചില ടെർമിനോളജീസ് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ടെർമിനോളജീസ് ആണ്, എന്നിരുന്നാലും നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷനോട് കൂടി തന്നെ പഠിച്ചു പോകണം. കാരണം എക്സാമിന് മിക്കവാറും ചോദിക്കാറുണ്ട് ഡിഫറൻഷിയേറ്റ് പിക്സൽ ആൻഡ് ആസ്പെക്ട് റേഷ്യോ, അല്ലെങ്കിൽ പിക്സൽ ആൻഡ് റെസൊല്യൂഷൻ. ഇതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കും 3 മാർക്കിനൊക്കെ. അപ്പൊ അതെന്താണെന്നുള്ളത് ഒന്ന് ആദ്യമേ അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പിക്സൽ.
പിക്സൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് നിങ്ങൾ സിയിൽ പഠിച്ച ടോക്കൺസ് പോലെയാണ്. ടോക്കൺ എന്താണോ അതേ ഡെഫിനിഷൻ തന്നെ ഇവിടെയും പഠിക്കുക. ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെയും. പിക്സൽ എന്ന് പറയുന്നത് ഒരു ഇമേജിനകത്തുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എലമെന്റിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുക. പല പിക്സൽസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു ഇമേജ് സോറി ഓക്കെ. സോ പല ഈ പിക്സൽസ് ചേർന്നിട്ടാണ് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്നത്. ഓക്കെ, ഈച്ച് പിക്സൽ കറസ്പോണ്ട് ടു എനി വൺ വാല്യൂ. ഓക്കെ, പിക്സലിനകത്ത് വാല്യൂസ്, അതായത് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നോക്കാം. ഇപ്പൊ ഇതിനകത്ത് in an 8-bit grayscale image, the value of the pixel between 0 to 255. That means 256 ആണ് നോർമലി ഒരു 8-bit grayscale ഇമേജിനകത്തെ വാല്യൂ എന്ന് പറയുന്നത്. 0 to 255, that means 256. Then the value of a pixel at any point correspond to the intensity of the light photon striking at that point. CRT-ക്കകത്ത് നിങ്ങൾക്ക് ഇനി അത് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ സമയത്ത് പറയാം എങ്ങനെയാണ് ഒരു ഇമേജ് ജനറേറ്റ് ആകുന്നത് എന്നുള്ളത്. അപ്പൊ പിക്സൽ എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പിക്സൽ എന്ന് പറയുന്നത് ഒരു ഇമേജിനകത്തെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് എലമെന്റിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ഇമേജ് ഒന്ന് നോക്കുക. ഈ ഒരു ഇമേജിനെ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ കാണുന്നതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഇമേജ്. ഓക്കെ, ഇൻ ദി ഫസ്റ്റ് പിക്ചർ there may be thousands of pixels that together make up this image. That means അത്ര ഒരുപാട് ഇമേജുകൾ പിക്സൽസ് ചേർന്നിട്ടാണ് നമുക്ക് ആ ഒരു ഇമേജ് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. when we will zoom that image to the extent that we are able to see some pixels division. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല. ഒരു ഇമേജ്, നിങ്ങൾക്കൊരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്യുമ്പം മനസ്സിലാവും അത് എത്രമാത്രം ബ്ലർ ആയിട്ട് വരുന്നുണ്ടെന്ന്. അപ്പൊ അതിനകത്തെ ഒരു ചെറിയ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് എന്താണ് എന്നുള്ളത് പറയാം. ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് പിക്സലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക പെൽ എന്നാണ്. പെൽ, PEL, പിക്ചർ എലമെന്റ്. ഓക്കെ, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസിനെ. ഓക്കെ, നെക്സ്റ്റ് ഗ്രേ സ്കെയിൽ എന്താണെന്നുള്ളത് നോക്കാം. The value of the pixel at any point denotes the intensity of image at that location, and that is also known as grayscale. Okay, the intensity of image in ഒരു പൊസിഷനിൽ, ഒരു പോയിന്റിൽ ഉള്ള ആ ഒരു ഇന്റൻസിറ്റിയാണ് നമ്മൾ ഗ്രേ സ്കെയിൽ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു, 8-bit ഗ്രേ സ്കെയിൽ എന്ന് പറയുന്നത് 0 to 255 വരെയാണ്. ദെൻ ഇനി പിക്സൽ വാല്യൂ എന്താണെന്നുള്ളത് നോക്കാം. പിക്സലിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗ്രിഡുകളായിട്ടാണ്. ദാറ്റ് മീൻസ് റോയും കോളവും ഉള്ളതായിട്ടാണ് ഒരു ഇമേജിൽ പിക്സലിനെ റെപ്രസെന്റ് ചെയ്യുക. Okay, each pixel can have only one value, and each value denotes the intensity of light at that point of the image. The value 0 means absence of light. That means other denotes dark. അതായത് black ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുക. 0 ആണ് വാല്യൂ എങ്കിൽ. And it further means that whenever a pixel has a value of 0, it means that the point black color would be formed. Black and white ആയിട്ട് നോർമലി ജനറേറ്റ് ചെയ്യുമ്പോൾ പിക്സൽ വാല്യൂ 0 ആണെങ്കിലാണ് അത് ബ്ലാക്ക് കളർ, അതായത് അവിടെ ഡാർക്ക് ഇമേജ് ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് റോസും ടോട്ടൽ നമ്പർ ഓഫ് കോളംസും. അപ്പോൾ ഇതിന്റെ പിക്സൽ എത്രയാണെന്നുള്ളതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്.
കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മളൊരു ഗ്രിഡുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആസ്പെക്ട് റേഷ്യോ. ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്. പിക്സലും ആസ്പെക്ട് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആസ്പെക്ട് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ദി വിഡ്ത്ത് ഓഫ് ആൻ ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഇപ്പോൾ ഒരു ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുമ്പോൾ, നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒക്കെ ഉള്ള ഒരു ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. എന്താണ് ഇപ്പോൾ 250 × 150 എന്നൊക്കെ കാണിച്ചിരിക്കുന്ന കാണാം. ഈവൻ PSCക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇമേജിന്റെ പ്രോപ്പർട്ടി അവിടെ പറയുന്നുണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇത്രയാണ് വേണ്ടതെന്നുള്ളത്. അവിടെ വിഡ്ത്ത് ഇത്ര, ഹൈറ്റ് ഇത്ര എന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇനി ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് അതാണ്, ഒരു ഇമേജിന്റെ ഹൈറ്റും വിഡ്ത്തും ആണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അത് തമ്മിലുള്ള റേഷ്യോ ആണ്. x:y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x എന്ന് പറയുന്നത് അതിന്റെ വിഡ്ത്തും y എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റും ആയിരിക്കും. ഓക്കെ. The resolution of an image is the total number of pixels displayed on your computer or television screen. അതായത് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ്. നമ്മൾ നേരത്തെ മുമ്പേ കാണിച്ചിരുന്നു, നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുക പിക്സലിന്റെ കേസിൽ. ഓക്കെ. അപ്പൊ പിക്സൽ എന്താന്ന് മനസ്സിലായി, റെസൊല്യൂഷൻ എന്താന്ന് മനസ്സിലായി. ഇപ്പൊ ആസ്പെക്ട് റേഷ്യോ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക. പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ആണ് റെസൊല്യൂഷൻ. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് അതിന്റെ വിഡ്ത്ത് ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ്. ഒരു x:y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x അതിന്റെ വിഡ്ത്തും y എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റും ആയിരിക്കും. റേഷ്യോ റെപ്രസെന്റേഷൻ ആണ് അവിടെ. ഓക്കെ. ഇതിന്റെ ഒരു ഡിഫറൻസിയേഷൻ നോക്കാം. ഫസ്റ്റ് വൺ ആസ്പെക്ട് റേഷ്യോ എന്താണെന്നുള്ള റേഷ്യോ ഓഫ് ദി വിഡ്ത്ത് ഓഫ് ആൻ ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് x:y. അതിനെയാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അവിടെ റേഷ്യോ വാല്യൂ ആണ്, റേഷ്യോ ആയിട്ടാണ് x:y എന്നുള്ളത്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഡിസ്പ്ലേഡ് ഓൺ യുവർ കമ്പ്യൂട്ടർ. അതായത് നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആണ് അവിടെ കാണിക്കുക. ഇനി അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആസ്പെക്ട് റേഷ്യോ 4:3, 16:9 ഇതൊക്കെയാണ് ആസ്പെക്ട് റേഷ്യോന്റെ എക്സാമ്പിൾ. മറ്റേതാണെങ്കിൽ 640 × 480. ദാറ്റ് മീൻസ് അത്രയും പിക്സൽസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ. പിന്നുള്ളത് ഇൻപുട്ട് ഡിവൈസസിന്റെ കേസാണ്. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതൊക്കെ ജനറൽ ആയിട്ടുള്ള മുൻപുള്ള സെമ്മുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ, ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസസിനെ പറ്റി പറയാനാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസസ് കാണിച്ചത്. നമുക്കിവിടെ പഠിക്കാനുള്ള ഡിസ്പ്ലേ ഡിവൈസസ് ആണ്. ഡിസ്പ്ലേ ഡിവൈസസിനകത്ത് ഓക്കെ, ഡിസ്പ്ലേ ഡിവൈസസിൽ വീഡിയോ മോണിറ്റർ അല്ലെങ്കിൽ വിഷ്വൽ വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ്, ഇതിനെ പറ്റിയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ് ഉണ്ട്. അതായത് പ്ലാസ്മ, അങ്ങനെ LCD LED ഡിസ്പ്ലേസ് ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ആക്ച്വലി കാഥോഡ് റേ ട്യൂബാണ്. CRT നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പഴയ കമ്പ്യൂട്ടറുകൾ. ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് എടുത്തു തന്നത് ഈ ഒരു CRT മോണിറ്റർ, ആ ഒരു ടൈപ്പ് ഇതായിരുന്നു, കമ്പ്യൂട്ടർ ആയിരുന്നു. അപ്പോൾ നമുക്ക് അന്നൊന്നും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല. പിന്നെ ഇത് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയി കഴിയുമ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ തിയററ്റിക്കലി പഠിച്ചു തുടങ്ങുന്നത്. BTech സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും. എനിവേ ഇപ്പോഴും അത് പഠിക്കുന്നു. 19 സ്കീമിലുണ്ട്. അത് 24 സ്കീമിലേക്ക് വന്നപ്പോൾ കുറേയൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ബേസ്, എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ സെമി നിങ്ങൾ 8086 പഠിച്ചതുപോലെ ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ബേസ് മനസ്സിലാക്കി പോവുക. ഒരുപാട് ഡിസ്പ്ലേ ഡിവൈസസ് ഉണ്ട്. ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്ലാസ്മ ഡിസ്പ്ലേ, 3D ഡിസ്പ്ലേ ഒക്കെ ഉള്ളപ്പോഴും നമ്മൾ ഇതിന്റെ ബേസ് ഒന്ന് മനസ്സിലാക്കി പോവുക, കാഥോഡ് റേ ട്യൂബിൻ്റെത്. ഓക്കെ. ഇനി എന്താണ് കാഥോഡ് റേ ട്യൂബ് എന്നുള്ളത് നോക്കാം. ഓക്കെ.
കാഥോഡ് റേ ട്യൂബ് CRT മിക്കവാറും SA ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. CRTയെക്കാളും അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ ഡിവൈസസ് ആണ് മിക്കവാറും എക്സാമിന് ചോദിക്കാറ്. എന്നിരുന്നാലും CRT ഒന്ന് മനസ്സിലാക്കി പോവാം അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. The primary output device in a graphic system is a video monitor. The operations of the video monitor is based on the standard cathode ray tube design. Then CRT എന്താണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കോമ്പണന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. CRTക്കകത്ത് ഫസ്റ്റ് ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ടാവും, പിന്നെ ഒരു ഫോക്കസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ്, horizontal and vertical deflection plates, then evacuated glass envelope, that means ഒരു ഫോസ്ഫർ സ്ക്രീൻ ഉണ്ടാവും. ഞാൻ അതിന്റെ ഫിഗറിലേക്ക് വരാം. ഇതാണ് അതിന്റെ ഫിഗർ, കാഥോഡ് റേ ട്യൂബ്. അതിൽ സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസസിൽ ഇങ്ങനെയായിരിക്കും ഇതിന്റെ കാഥോഡ് റേ ട്യൂബ് ഇരിക്കുക, അല്ലെങ്കിൽ CRT മോണിറ്ററിന്റെ ഒരു ഇന്നർ പോർഷൻ ഇങ്ങനെയാണ്. അതിൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് കണക്ടർ പിൻസ് ത്രൂ ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കുക. ഓക്കെ, അത് ബേസ് എന്ന് കൊടുത്തിരിക്കുന്നിടത്താണ് ആ കണക്ടർ പിന്ന്. പിന്നെ ബേസിനോട് ചേർന്ന് തന്നെ ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ടായിരിക്കും. ഇലക്ട്രോൺ ഗണ്ണിന്റെ ഇന്നർ പോർഷൻ എന്താണെന്നുള്ളത് പറയാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. അതിനുശേഷം ഒരു കൺട്രോൾ ഗ്രിഡ് വോൾട്ടേജ് ഉണ്ടാവും. അതായത് ഇതിന്റെ വർക്കിംഗ് ഞാനൊന്ന് പറഞ്ഞു പോവാം. അതായത് നമ്മൾ കണക്ടർ പിന്ന് പവർ പ്ലഗ് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താവും, ഈ ഒരു ബേസിലുള്ള ഇലക്ട്രോൺ ഗണ്ണ് ഹീറ്റ് ആവുമ്പോൾ അതിനകത്തുള്ള, നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇതിനകത്ത് ഇലക്ട്രോൺ ആ ഗണ്ണിനകത്ത് എന്താവും, ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്ന ഇത് നേരെ പോകുന്നത് ഫോക്കസിങ് സിസ്റ്റം ത്രൂ, സിംപ്ലി പറയുകയാണെങ്കിൽ ഫോക്കസിങ് സിസ്റ്റം വെച്ചിട്ട് നമ്മളത് നേരെ ഫോക്കസ് ചെയ്യാണ്. എവിടേക്കാ? ആ ഫോസ്ഫർ റൈറ്റ് സൈഡിൽ കാണുന്നത് മോണിറ്റർ ആണ്. അതായത് ഒരു ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ ആണത്. അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിലേക്കാണ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോക്കസിങ് സിസ്റ്റം ഉണ്ടാവും. അതുപോലെ തന്നെ അതിനെ എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ ഈ രണ്ട് ആക്സിസിലും മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഫ്ലക്ഷൻ സിസ്റ്റം ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലേറ്റുകളാണ് അവിടെ വെച്ചിരിക്കുന്നത്. വൈ ഡിഫ്ലക്ഷന്റെ നേർക്ക് അതിന്റെ ഒരു വൈ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ വൈ ആക്സിസിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ കറസ്പോണ്ടിങ് പ്ലേറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ് ആക്സിസിലും. അപ്പൊ എവിടേക്കാണോ മൂവ് ചെയ്യേണ്ടത് ആ ഡയറക്ഷനിലേക്ക് ഇതിനെ മൂവ് ചെയ്യിക്കും ഈ ഇലക്ട്രോൺസ് വന്ന് ആ ഫോസ്ഫർ സ്ക്രീനിൽ പതിക്കുന്നു. പതിച്ചതിന് ശേഷമാണ് അവിടെ അത് ഡിസ്പ്ലേ ആവും. അതിനുശേഷം കറസ്പോണ്ടിങ് ഒന്നിടവിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇത് ഡിസ്പ്ലേ ചെയ്യിക്കുക. ഇങ്ങനെയാണ് അതിന്റെ ജനറൽ വർക്കിംഗ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. കണക്ടർ പിൻസ് കണക്ട് ചെയ്യുന്നു, അവിടെ ഇലക്ട്രിസിറ്റി വരുന്നു, അതിനുശേഷം ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും ഇലക്ട്രോൺസ് ജനറേറ്റ് ആവുന്നു. അത് ഒരു കൺട്രോൾ ഗ്രിഡ് ത്രൂ ഒരു ഫോക്കസിങ് സിസ്റ്റത്തിൽ കൂടെ നമ്മളത് പ്രോപ്പറായിട്ട് ഒരു ഫോസ്ഫർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് പാസ് ചെയ്തു പോകുന്നു. അതിനെ ഡീവിയേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അത് ഓരോ ഡയറക്ഷൻസ്, എക്സ് ആക്സിസ് വൈ ആക്സിസ് എവിടേക്കാണോ, മുകളിലോട്ടാണോ താഴേക്കാണോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ, എക്സ് ആക്സിസ് വൈ ആക്സിസിലേക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് അതിന്റെ ഡിഫ്ലക്ഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യും. അതെല്ലാം പ്ലേറ്റ് ആണ്. ഡിഫ്ലക്ഷൻ സിസ്റ്റത്തില് എക്സ് ആക്സിസ് വൈ ആക്സിസിന്റെ അവിടെ ഉള്ളത് പ്ലേറ്റ്സ് ആണ്. ആ പ്ലേറ്റ് വെച്ചിട്ടാണ് അതിനെ ഫോസ്ഫർ കോട്ടഡ് ആയിട്ടുള്ള സ്ക്രീനില് ഇലക്ട്രോൺസിനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ നോട്ടിലേക്ക് വരാം. ഫസ്റ്റ് ആണ് a beam of electrons emitted by an electron gun passes through focusing and deflection systems that direct the beam toward specified positions on the phosphor coated screen. പറഞ്ഞ കാര്യമാണത്. ഫസ്റ്റ് ലൈനിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടത്. Then the phosphor then emits a small spot of light at each position contracted by the electron beam.
because the light emitted by the phosphor fades very rapidly, some method is needed to maintain the screen picture. That means നമ്മളിത് ഒരു ഇലക്ട്രോൺസ് വന്ന് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റില് ഫോസ്ഫർ സ്ക്രീനിൽ പതിക്കും. അതിനുശേഷം അടുത്തത് വരുമ്പോഴത്തേക്കും ഇതിന് തൊട്ട് മുന്നേ നമ്മൾ വന്ന് സ്ക്രീനിൽ പതിച്ച അത് ഫെയ്ഡ് ആവും. അതിനുശേഷം അടുത്തത് വരും, അതിങ്ങനെ കഴിഞ്ഞ് ഒന്ന് രണ്ട് ലൈൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പഴയത് ഫെയ്ഡ് ആയി തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും, ഇതിലേക്ക് നേരത്തെ വന്ന് പതിച്ചെടുത്ത് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പതിപ്പിക്കേണ്ടി വരും. അതായത് ആ ഒരു ഇലക്ട്രോൺസ് വന്ന് പതിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അതെല്ലാം ഫെയ്ഡ് ആയി പോകും. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. Then one way to keep the phosphor glowing is to redraw the picture repeatedly by quickly directing the electron beam back over the same points. ആ സെയിം പോയിന്റിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് റീഡ്രോ ചെയ്യേണ്ടി വരും. ആ ഇലക്ട്രോൺസിനെ വന്ന് ആ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിലേക്ക് വീണ്ടും വീണ്ടും വന്ന് പതിച്ചെങ്കിൽ മാത്രമേ ആ ഫെയ്ഡായി പോയത് വീണ്ടും വീണ്ടും ഗ്ലോ ചെയ്യത്തുള്ളൂ. This type of display is called refresh cathode ray tube. ഒരു ജസ്റ്റ് ഇൻട്രോ ആണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് മനസ്സിലാക്കുക, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇതതിന്റെ ഒരു ഫിഗർ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിഗർ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇലക്ട്രോൺ ഗണ്ണിനകത്ത് ഒരു ഹീറ്റിംഗ് ഫിലമെന്റ് ഉണ്ടായിരിക്കും, ഒരു കോയിൽ ഉണ്ടാവും. ആ കോയില് ഹീറ്റ് ആവുമ്പോഴാണ് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിനകത്തൊരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഉണ്ടാവും, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഉണ്ടാവും. അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റുകളാണ്, അതിൽ തട്ടിയിട്ടാണ് അത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സെയിം ഫിഗർ തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളതെന്നൊന്ന് നോക്കാം. The primary component of an electron gun in a cathode ray tube are the heated metal cathode and a control grid. അപ്പോൾ അതിനകത്ത് നോർമലി ഒരു ഫിലമെന്റും ഉണ്ടായിരിക്കും. Then heat is supplied to the cathode by directing a current through a coil of wire called filament inside the cylindrical cathode structure. പറഞ്ഞിരിക്കുന്ന ഫിലമെന്റ് ഹീറ്റ് ആവും. ഹീറ്റ് ആവുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. This causes electrons to be boiled off the hot cathode surface. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിനകത്ത് മെയിൻ ആയിട്ടും ഒരു ഹീറ്റഡ് മെറ്റൽ കാഥോഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഫിലമെന്റ് ഹീറ്റ് ആവുന്നതിനനുസരിച്ചാണ് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. Then next, the accelerating voltage can be generated with a positively charged metal coating on the inside of the CRT envelope near the phosphor screen, or an accelerating anode can be used. Then പിന്നെ പറയുന്നത് ഇതിനകത്ത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോക്കസിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. അത് ഫോക്കസിംഗ് സിസ്റ്റം ഇൻ കാഥോഡ് റേ ട്യൂബ് ഈസ് നീഡഡ് ടു ഫോഴ്സ് ദ ഇലക്ട്രോൺ ബീം ടു converge into a small spot as it strikes the phosphor. Otherwise, the electrons would repel each other and the beam would spread out as it approaches the screen. അതിനെ ഫോക്കസ് ചെയ്ത്, അതായത് വരുന്ന ഇലക്ട്രോൺസിനെ കറക്റ്റ് ആ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തു പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. Then focusing is accomplished with either electric or magnetic fields. Then electrostatic focusing is commonly used in TV and CG monitors. Okay, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഫോക്കസിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ പെർസിസ്റ്റൻസ് ഫോസ്ഫേഴ്സ് റിക്വയർ ഹയർ റിഫ്രഷ് റേറ്റ്. റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് സ്ക്രീനിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുക. അപ്പോൾ അത് ഓരോ ടൈമിലും എത്രമാത്രം ഇതാണ് ഇലക്ട്രോൺസ് ആണ് അവിടെ നമ്മൾ അതിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. Then the maximum number of points that can be displayed without overlap on a cathode ray tube is referred to as resolution. പിന്നെ ഇതിനകത്ത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്
ഓക്കെ. Different kinds of phosphors are available for use in a cathode ray tube. Besides color, a major difference between phosphors is their persistence. Then ഇപ്പോൾ ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീം ജനറേറ്റ് ചെയ്യുന്നു, അത് ഫോക്കസിങ് സിസ്റ്റം ത്രൂ, ഡിഫ്ലക്ഷൻ സിസ്റ്റം ത്രൂ എവിടേക്ക് പോകുന്നു, ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിലേക്ക് പതിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇമേജ് ഫെയ്ഡ് ആവും. ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് മെയിനായിട്ടും എക്സാമിന് ചോദിക്കാറുള്ളത്. CRT വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഒരു 30% CRT ചോദിക്കുവാണെങ്കിൽ 80%ഉം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ് മിക്കവാറും ചോദിക്കാറുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റവും രണ്ടാമത്തേത് റാൻഡം സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റവും. റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ റാസ്റ്റർ ഗ്രാഫിക്സിനകത്ത് നമ്മൾ പറഞ്ഞു ഈ പിക്സൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് the most common type of graphics monitor employing a CRT is the raster scan display based on television technology. എന്താണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ എന്നുള്ളത് ഞാൻ സിംപിളി പറഞ്ഞുതരാം. അതിന്റെ ഒരു ഫിഗർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ മോണിറ്റർ. ഈ മോണിറ്ററിലേക്ക് ഇലക്ട്രോൺസ് വന്ന് പതിക്കുന്ന ആ ഒരു ടൈം അതിനെ റീഡ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്യുക ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നിന്നും ഇലക്ട്രോൺസിനെ 1 by 1 ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇലക്ട്രോൺസിനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. അതായത് ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം നെക്സ്റ്റ് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റിലേക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് ലൈനിൽ ലെഫ്റ്റിൽ നിന്ന് എഗെയിൻ കംപ്ലീറ്റ് ചെയ്യുന്നു, എന്നിട്ട് റൈറ്റിൽ എൻഡ് ചെയ്യുന്നു. എഗെയിൻ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 by 1 ആയിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും ഇത് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റത്തിനകത്ത് ഇമേജിന് നമ്മൾ ഇലക്ട്രോൺസ് വന്ന് പതിച്ച് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും റീഡ് ചെയ്ത് പോകുന്നത്. ഇനി ഈ രണ്ടെണ്ണം റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റവും റാൻഡം സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റവും എന്ന് പറയുന്നത് രണ്ടും നമ്മുടെ CRTയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. ആദ്യം റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയില് ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റിലേക്ക് റീഡ് ചെയ്ത് അതിന്റെ എൻഡ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ലൈനിൽ ലെഫ്റ്റ് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അടുത്തതിന് ശേഷം നെക്സ്റ്റ് ലൈന്, ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റിലത്തെ റൈറ്റിൽ എൻഡിൽ വന്നതിന് ശേഷം തിരിച്ച് എഗെയിൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, അതായത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് തിരിച്ചു പോയിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോൺസ് ആണ് ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ വന്ന് പതിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് മാത്രമേ അത് അവിടെ ഗ്ലോ ചെയ്ത് നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഫെയ്ഡ് ആവും. അത് വീണ്ടും റീഡ്രോ ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമേ ഇമേജ് പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ ഡിസ്പ്ലേയില് കാണാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് മനസ്സിലാക്കുക. ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം 1 by 1 ആയിട്ട് ആ ഒരു ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എഗെയിൻ ലെഫ്റ്റിൽ നിന്ന് വീണ്ടും അടുത്ത ലൈനിൽ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ലൈനിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ലാസ്റ്റ് ലൈനിലെത്തി അതിന്റെ റൈറ്റ് സൈഡിലെ എൻഡിലെത്തിയിട്ട് എഗെയിൻ തിരിച്ച് വീണ്ടും ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നിന്ന് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റത്തിന്റെ വർക്കിംഗ്. ഇതിനകത്ത് 1-2 ടെർമിനോളജീസ് ഉണ്ട്. അതിലൊന്നാണ് ഹൊറിസോണ്ടൽ റീട്രേസ്.
ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ലൈനിൽ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അടുത്ത ലൈനിലേക്ക് വരുന്ന അതിന് പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ റീട്രേസ്. ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ടല്ലോ, ഈ ലൈന് പറയുന്ന പേരാണ് സ്കാൻ ലൈൻ. ഓക്കെ, ഇനി രണ്ടാമത്തേത് വെർട്ടിക്കൽ റീട്രേസ് എന്ന് പറയും. വെർട്ടിക്കൽ റീട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എൻഡിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും എൻഡിൽ എത്തിയതിനു ശേഷം തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്ത് വീണ്ടും ആദ്യത്തെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലേക്ക് പോകുന്ന ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് വെർട്ടിക്കൽ റീട്രേസ്. അപ്പൊ എക്സാമിന് മിക്കവാറും ചോദിക്കാറുണ്ട്, 3 മാർക്കിനൊക്കെ ചോദിക്കും, ഡിഫറൻഷിയേറ്റ് ഹൊറിസോണ്ടൽ റീട്രേസ് ആൻഡ് വെർട്ടിക്കൽ റീട്രേസ്, അല്ലെങ്കിൽ എന്താണ് ഹൊറിസോണ്ടൽ റീട്രേസ്. ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് പറയുന്നത് ആക്ച്വലി എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റത്തിനകത്ത്, CRT-യില് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഹൊറിസോണ്ടൽ റീട്രേസ്. ഇനി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോന്നിനെ റീഡ് ചെയ്ത് പോകുമ്പോൾ, സ്കാൻ ലൈനിനെ റീഡ് ചെയ്ത് പോകുമ്പോൾ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ലൈനിൽ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അടുത്ത ലൈനിലേക്ക് വരുന്നതിനെയാണ് ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് പറയുക. ഇനി വെർട്ടിക്കൽ റീട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ലൈൻ കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് എൻഡിൽ എത്തിയതിനു ശേഷം തിരിച്ച് ലെഫ്റ്റ് ടോപ്പ് കോർണറിലേക്ക് പോകുന്ന അതിന് പറയുന്ന പേരാണ് വെർട്ടിക്കൽ റീട്രേസ്. ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് നമ്മുടെ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റത്തിനകത്തെ വർക്കിംഗ്. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റം. In raster scan system, the electron beam is swept across the screen one row at a time from top to bottom. As the electron beam moves across each row, the beam intensity is turned on and off to create a pattern of illuminated spots. Then, the picture definition is stored in a memory area is called a refresh buffer or frame buffer. അപ്പൊ ഇതിന്റെ ഒരു ആർക്കിടെക്ചർ ഉണ്ട്. ആ ആർക്കിടെക്ചറിൽ നമുക്ക് മെയിൻ ആയിട്ടും ഒരു മെമ്മറി നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ സാധാരണ മെമ്മറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, മെയിൻ ആയിട്ടും ഒരു മെമ്മറി കൺസെപ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഒരു മെയിൻ മെമ്മറി അതിനകത്താണ് പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഡിസ്പ്ലേയുടെ കേസിൽ വരുമ്പോഴും ഡിസ്പ്ലേയില് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നതിനേക്കാളും റിഫ്രഷ് ബഫർ അല്ലെങ്കിൽ ഫ്രെയിം ബഫർ എന്നാണ് യൂസ് ചെയ്യുക. ആ ഒരു ടെർമിനോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് റിഫ്രഷ് ബഫർ അല്ലെങ്കിൽ ഫ്രെയിം ബഫറിനകത്തായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ഈ ഇന്റൻസിറ്റി വാല്യൂസ്, അതായത് ഓരോ ഇമേജ് ഓരോ പോയിന്റ് ആയിട്ട് ചെന്ന് ഇലക്ട്രോൺസ് അവിടെ സ്പോട്ടിൽ ചെന്നിട്ട് ടച്ച് ചെയ്യുന്ന ആ ഒരു ഓരോന്നിനും ഓരോ ഇന്റൻസിറ്റി വാല്യൂസ് ഉണ്ടാവും. ഈ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ ഒരു ഫ്രെയിം ബഫർ അല്ലെങ്കിൽ റിഫ്രഷ് ബഫറിനകത്തായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മെമ്മറിയാണ്. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യുന്ന മെമ്മറിയാണ്. ദെൻ ദിസ് മെമ്മറി ഏരിയ ഹോൾഡ്സ് എ സെറ്റ് ഓഫ് ഇന്റൻസിറ്റി വാല്യൂസ് ഫോർ ഓൾ ദി സ്ക്രീൻ പോയിന്റ്സ്. അപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ഓരോ പോയിന്റിലാണ് ചെന്ന് ടച്ച് ചെയ്യുന്നത്. അത് ഇങ്ങനെ 1 by 1 ആയിട്ട് റീഡ് ചെയ്താണ് പോകുന്നത്, ലൈൻ ബൈ ലൈൻ ആയിട്ട്. അപ്പൊ ഇതിനകത്തെല്ലാം ഓരോന്നിന്റെയും ഇന്റൻസിറ്റി വാല്യൂ നമ്മുടെ ഈ ഒരു മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. Then stored intensity values are then retrieved from the refresh buffer and painted on the screen one row at a time. That means scan line. പറഞ്ഞ പോലെ ഓരോ ഇന്റൻസിറ്റി വാല്യൂവിനനുസരിച്ചാണ് അത് 1 by 1 ആയിട്ട് റീഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ഈ സ്കാൻ ലൈനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞു. Then പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രഷിംഗ് റേറ്റ് ഓഫ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 60 to 80 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആയിരിക്കും. കാരണം ചില സമയത്ത് ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കും, റാസ്റ്റർ സ്കാനും റാൻഡം സ്കാനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതിന്റെ റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയുന്നത് 60 to 80 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ദെൻ
പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതിന്റെ വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കുക. റാൻഡം സ്കാനും റാസ്റ്റർ സ്കാനും തമ്മിലുള്ള ഡിഫറൻസിൽ മെയിൻ ആയിട്ടുള്ളത് അതിന്റെ റിഫ്രഷിംഗ് റേറ്റ് ആണ്. പിന്നെ എന്താണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ലൈൻ ബൈ ലൈൻ ആയിട്ട്. അതിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് ഒരുപാട് ടൈം കൺസ്യൂമിങ് അത്. ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് വന്നിട്ടാണ് അത് ഡിസ്പ്ലേ ചെയ്തു പോകുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് സെൻട്രലായിട്ട് ഒരു ട്രയാങ്കിള് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ ഞാൻ അതിനെ ഡ്രോ ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലൈൻസ്, ആദ്യത്തെ ടോപ്പിലുള്ള എല്ലാ ലൈൻസും എന്താക്കണം, സീറോ ആക്കണം. ഇന്റൻസിറ്റി വാല്യൂ സീറോ ആക്കണം. അതിനുശേഷം എവിടെയാണോ ട്രയാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലുള്ള ഇത് വാല്യൂസ്, ഇന്റൻസിറ്റി വാല്യൂസ് മാത്രം ഹൈ ആക്കി കൊടുക്കേണ്ടി വരും. ബാക്കിയെല്ലാം ഞാൻ എന്ത് ചെയ്യണം, സീറോ ആക്കേണ്ടി വരും. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറിൽ ആ വാല്യൂസ് ആയിരിക്കണം അവിടെ എല്ലാം സീറോ ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ, അവിടെ മൊത്തവും ലൈൻസും മൊത്തം സ്കാൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ വാല്യൂസ് സീറോ ആണെങ്കിൽ പോലും അത് മൊത്തം സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയുടെ ഡിസഡ്വാൻറ്റേജ്. പക്ഷെ ഈ റാൻഡം സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ അതോടെ റാൻഡം ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഇമേജ് കാണിക്കുന്നത്. ഇതാണ് റാൻഡം സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എവിടെയാണോ ഇമേജ് ഉള്ളത്, എവിടെയാണോ നമ്മുടെ ഇമേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മാത്രം നമ്മൾ ഇന്റൻസിറ്റി വാല്യൂസ് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതിപ്പോ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിനെ ഡിസ്പ്ലേ ചെയ്യിക്കുകയാണ്. എവിടെ നിന്നാണോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഇന്റൻസിറ്റി വാല്യൂസ്, അവിടത്തെ പിക്സലിന്റെ ഇന്റൻസിറ്റി വാല്യൂസ് മാത്രം ഹൈ ആക്കി കൊടുക്കും. അവിടെ മാത്രമേ റീഡ് ചെയ്യത്തുള്ളൂ. റാൻഡം, അതുകൊണ്ടാണ് അതിന് ആ പേര് വരുന്നത്, റാൻഡം സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. മറ്റേത് അങ്ങനെയല്ല. എപ്പോഴും എവിടെ നിന്നാ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ലൈനും സ്കാൻ ചെയ്ത് താഴെ എത്തിയതിനു ശേഷം അത് ഫെയ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ, ഒരു ഇമേജ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം സീറോ ആക്കി കൊടുത്തു, ദാറ്റ് മീൻസ് ഇന്റൻസിറ്റി വാല്യൂ സീറോ കൊടുത്തതിന് ശേഷം, അതായത് ഡാർക്ക് ആക്കിയതിന് ശേഷം ആ ഇമേജ് എവിടെയാണോ ഡിസ്പ്ലേ ആവുന്നത് അവിടെ മാത്രം അതിന് ഫ്ലോ ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോഴും ടൈം കൺസ്യൂമിംഗ് ആയിട്ടും അഡീഷണൽ ആയിട്ട് ആ ലൈൻസ് എല്ലാം അവിടെ സ്കാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല. റാൻഡം സ്കാൻ ഡിസ്പ്ലേയില് എവിടെയാണോ നമ്മുടെ ഇമേജ് ഉള്ളത് അവിടെ മാത്രം അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയുള്ളൂ. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഇതിന്റെ റിഫ്രഷിംഗ് റേറ്റ്. അതിന് മുന്നേ പോയിന്റുകളിലേക്കൊന്ന് വരാം. When operated as random scan display unit, CRT has the electron beam directed only to the parts of the screen where a picture is to be drawn. അവിടെ മാത്രമായിരിക്കും അത് ഇലക്ട്രോൺ ബീമിനെ പോയിന്റ് ഔട്ട് ചെയ്യത്തുള്ളൂ. Then random scan monitors draw a picture one line at a time and for this reason are referred to as vector displays. നമ്മൾ പറഞ്ഞു റാസ്റ്റർ സ്കാൻ ഗ്രാഫിക്സും വെക്ടർ ഗ്രാഫിക്സും. അപ്പൊ ഇവിടെ റാൻഡം സ്കാൻ ഡിസ്പ്ലേയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെക്ടർ ഗ്രാഫിക്സ് ആണ്. ദാറ്റ് മീൻസ് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇമേജ് ഡ്രോ ചെയ്യിക്കുക. അതായത് ആ ഇക്വേഷൻ അനുസരിച്ച് ആ ഒരു ഏരിയയിലേക്ക് മാത്രമായിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുക. ദെൻ refresh rate on a random scan display system depends on the number of lines to be displayed. സിംപ്ലി പറയുകയാണെങ്കിൽ ഇതിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 30 to 60 ടൈംസ് ഫ്രെയിം പെർ സെക്കൻഡ്സ് ആയിരിക്കും. 30 to 60. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു, 60 to 80 ആയിരുന്നു. ഇവിടെ നമ്മൾ കണ്ടായിരുന്നു 60 ഫ്രെയിംസ് പെർ യൂണിറ്റ്. റിഫ്രഷ് റേറ്റ് 60 to 80 ആയിരുന്നു. 60 to 80 ഫ്രെയിംസ് പെർ സെക്കൻഡ്. ഇവിടെ 30 to 60 ആണ്. Then also vector displays produce smooth lines drawings because the CRT beam directly follows the line path. അപ്പൊ അവിടെ ആ ഒരു ഡിസ്പ്ലേയിൽ റാൻഡം സ്കാനിനകത്താണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രമായിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്യുക. അപ്പൊ അവിടേക്ക് മാത്രമായിട്ടായിരിക്കും അത് ലൈൻ ഡ്രോ ചെയ്യുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലായിടത്താണെങ്കിൽ പോലും, ഇപ്പോഴത്തെ എല്ലാ ഡിസ്പ്ലേയിലാണെങ്കിൽ പോലും
ഈ ഒരു റാൻഡം സ്കാൻ സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഏരിയ മാത്രം ഹൈലൈറ്റ് ചെയ്താൽ മതി. മറ്റേന്ന് പറയുന്നത് നോർമലി അത്രയും എനർജി അവിടെ പോവുകയും ചെയ്യുകയാണ്. നോർമലി വരയ്ക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ടൈം കൺസ്യൂമിങ്ങുമാണ്. അതൊക്കെ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് കുറച്ച് ഏരിയാസ് മാത്രം ഹൈലൈറ്റ് ചെയ്യുക. അത് ഇവിടെ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഡ്രോ ചെയ്യുക റാൻഡം സ്കാനിൽ. അപ്പോൾ തിയറി സൈഡിൽ ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു പകുതി പോർഷനും കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഈ ഒരു തിയറി സൈഡാണ്. അതായത് ഫസ്റ്റ് CG എന്താണ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്താണ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് രണ്ടാമത്. പിന്നുള്ളത് അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ്. ഒരു 6 എണ്ണമെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ 6 അല്ലെങ്കിൽ 8, മാക്സിമം 8 ആണ്. അതിനുശേഷം ഈ പറയുന്ന പോലെ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. പിക്സല്, പിന്നെ റെസൊല്യൂഷന്, ആസ്പെക്ട് റേഷ്യോ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ഓൾറെഡി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നുള്ളത് CRT എന്ന് പറയുമ്പോൾ ഫിഗർ നല്ലതുപോലെ വരച്ച് പഠിക്കുക. ഫിഗറിൽ കണക്ടർ പിൻസ് ഉണ്ട്. അതിനുശേഷം അതിന്റെ ഒരു ബേസിനോട് ചേർന്നിട്ട് ഇലക്ട്രോൺ ബീമിനോട് കറക്റ്റ് അടുത്തായിട്ട് തന്നെ അതിന്റെ ഒരു ഫോക്കസിങ് സിസ്റ്റം ഉണ്ട്. പിന്നെ ഒരു ഡിഫ്ലക്ഷൻ സിസ്റ്റം, എക്സും വൈയും ആക്സിസിലുള്ള പ്ലേറ്റ്സ് വെച്ചിട്ട് അതിനെ ഡയറക്റ്റ് ചെയ്തിട്ട് ഒരു ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഒരു ജനറൽ ആർക്കിടെക്ചർ. വരച്ചു പഠിക്കുക നല്ലതുപോലെ. അതിനുശേഷം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന 2 ഡിസ്പ്ലേ സിസ്റ്റംസ് ആണ്. അതാണ് മിക്കവാറും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയും റാൻഡം സ്കാൻ ഡിസ്പ്ലേയും. അപ്പൊ ഇതിനകത്ത് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയുടെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിഗർ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം അതിന്റെ ഒരു ആർക്കിടെക്ചർ ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് പറഞ്ഞുതരാം ആർക്കിടെക്ചർ. കാരണം അതിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതൊരു വർക്കിംഗ് ആണെങ്കിലും അതിനൊരു ആർക്കിടെക്ചർ ഉണ്ടാവും. അതിലായിരിക്കും നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഈ പറഞ്ഞു പോയിട്ടുള്ള ഫ്രെയിം ബഫറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. ഫ്രെയിം ബഫർ ആണ് അതിന്റെ മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആർക്കിടെക്ചറോടെ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം പിന്നെ രണ്ടാമത്തേത് റാൻഡം സ്കാൻ ഡിസ്പ്ലേ, അതിന്റെ വർക്കിംഗ്. അതും ആ ഒരു ഫിഗർ വെച്ചിട്ട് ഒരു ജസ്റ്റ് ഡ്രോ ചെയ്യുന്നതായിട്ടൊന്ന് കാണിക്കുക. അതിനുണ്ട് ഒരു ആർക്കിടെക്ചർ. അതും നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. പിന്നുള്ള മെയിൻ ആയിട്ടും റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയും റാൻഡം സ്കാൻ ഡിസ്പ്ലേയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 3 പോയിന്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ തിയറി പാർട്ട് വരുന്നത്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ അൽഗോരിതംസ് ആണ്. ഇപ്പൊ ലൈൻ ഡ്രോയിങ്ങും പിന്നെ നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതംസ് ആണ്. 4 അൽഗോരിതം ഉണ്ട്. അപ്പൊ ആദ്യം അൽഗോരിതം മനസ്സിലാക്കുക. അത് ഞാൻ പറഞ്ഞു തരാം. സിമ്പിൾ ആണ്. ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതാ മതി. ബാക്കി അതർവൈസ് സിമ്പിൾ സംഭവമാണ്. പ്രോബ്ലം വളരെ ഈസിയാണ്. എനിക്ക് തോന്നുന്നു തിയറി എഴുതി കഷ്ടപ്പെടുന്നതിനേക്കാളും ബെറ്റർ പ്രോബ്ലം ചെയ്ത് ഈസി ആയിട്ട് സ്കോർ ചെയ്യുന്നതാണ്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കുക, വായിച്ചു നോക്കുക. നോട്ടും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്ത് തരാം. CGക്ക് നോട്ട് സാധാരണ വളരെ ലിമിറ്റഡ് ആണ്. നെറ്റിലാണെങ്കിലും ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. എനിവേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട് ഷെയർ ചെയ്ത് തരാം. ഒന്ന് വായിച്ചു നോക്കുക, പഠിക്കുക. ഓക്കെ ഓക്കെ സർ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനിയും കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഞാൻ സബ്ജക്റ്റിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു സർ.